രാജീവ് ഗാന്ധി നേരിട്ട വലിയൊരു വെല്ലുവിളി ഞാനിപ്പോഴും ഓർക്കുന്നത് ബോഫേഴ്സ് തോക്കിടപാടാണ്. അതുവരെയും രാജീവ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി ആരും നിങ്ങളുടെ കള്ളനാണ്, നിങ്ങൾ ചതിയനാണ്, നിങ്ങൾ പണം പിടുങ്ങിയ ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർലമെൻറ്റ് ദിവസങ്ങളോളം സ്തംഭിച്ചു പോയി. ആ ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് പേരെ, അതിൽ പക്വതയും പായവും പരിചയമുള്ള ആളുകളുണ്ട്, ND തിവാരി ഉൾപ്പെടെയുള്ള, ചിദംബരം ഉൾപ്പെടെ എന്നെപ്പോലെയുള്ള പുതിയ ആളുകൾ, ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 10-20 പേര് രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ പിടിക്കും. എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ രാജീവ് ഗാന്ധി എടുത്ത ഒരു നിലപാട്, അങ്ങനൊരു കമ്മീഷനേ ഉണ്ടായിട്ടില്ല. ശക്തമായെടുത്ത നിലപാട്, അങ്ങനൊരു കമ്മീഷനേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ആരോപണം നിൽക്കില്ല എന്നായിരുന്നു. രാജീവ് ഗാന്ധിയുടെ അടുത്ത് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം, പറയാം തുറന്ന്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ശ്രദ്ധയോടെ കേൾക്കും. അന്ന് ഞങ്ങളെപ്പോലെ കുറച്ച് പേരാണ് പറഞ്ഞത്, കമ്മീഷൻ ഇല്ല എന്ന് പറയാൻ കഴിയൂ. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഡിഫൻസ് ഡ്യൂട്ടികളിൽ പ്രത്യേകിച്ച് ഏജൻസ് ഉണ്ട്. ആ ഏജൻസാണ് ഓരോ രാജ്യങ്ങളിലും പോയി ഈ ആയുധങ്ങൾ കാൻവാസ് ചെയ്യുന്നതും അതിൻ്റെ ഗുണമേന്മകൾ ആ രാജ്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതും പിന്നീട് ആ കച്ചവടം നടത്തുന്നതും. അതിനൊരു ഒരു 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 പെർസെൻറ്റേജ് അവർക്കൊരു കമ്മീഷനുണ്ട്, എന്ത് പേര് പറഞ്ഞാലും. ചില സ്ഥലത്ത് അത് നിയമം മൂലം ന്യായീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ അതിന് നിയമം മൂലം ന്യായീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാ ഡീലുകളിലും, അത് സർക്കാരിൻ്റെ ആണെങ്കിലും സ്വകാര്യ മേഖലയുടെ ആണെങ്കിലും ഒരു കമ്മീഷനുണ്ട്. ഞാൻ തമാശയായിട്ടൊരു യോഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ കേരളത്തിൽ കല്യാണം നിശ്ചയിക്കുമ്പോൾ അതിന് ഒരു മിഡിൽമാനുണ്ട്. ആ മിഡിൽമാനും ഒരു തുക കൊടുക്കേണ്ടി വരും. പകരം കല്യാണത്തിന് പോലും ഒരു തുക കൊടുക്കുന്ന ഈ രാജ്യത്ത് ഇത്രയും വലിയൊരു ഡീല് നടന്നപ്പോൾ ചിലപ്പോൾ അങ്ങറിയാതെ ഒരു കമ്മീഷൻ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ചും കൂടി സേഫായിട്ട് പറഞ്ഞുകൂടെ, അന്വേഷിക്കാം, കമ്മീഷൻ ഈ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല, പക്ഷേ അത് വിറ്റ സ്വീഡിഷ് കമ്പനിയോ സ്വീഡനോ അങ്ങനെ വല്ലതും കൊടുത്തുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന രീതി കുറച്ചുകൂടി സൗമ്യമായി പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ വളരെ കർക്കശമായ സമീപനം എടുക്കാനാണ് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ രാജീവ്ജി പറഞ്ഞു, ഐ ആം നോട്ട് എ തീഫ് ആൻഡ് മൈ ഫാമിലി ഹാസ് ഗോട്ട് ഇറ്റ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, തൻ്റെ വ്യക്തിത്വം, അത് ചോദ്യം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന കർക്കശമായ സമീപനമാണ് അന്ന് രാജീവ് ഗാന്ധി എടുത്തത്. അങ്ങനൊരു പശ്ചാത്തലത്തിലാണ് ഈ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനെന്ന് മത്സരത്തിന് ഇറങ്ങിയപ്പോൾ സുബ്രഹ്മണ്യം പോറ്റി സാറിനെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ആദ്യം ഞാൻ മത്സരം കൊച്ചുണ്ണി മാഷായിരുന്നു, പിന്നീട് വന്നപ്പോൾ സുബ്രഹ്മണ്യം പോറ്റിയാണ്. അന്ന് നാടെല്ലാം ഒരു കുഴലും 2 ചക്രങ്ങളും വെച്ച് ബോഫേഴ്സ് തോക്കിടപാടിൽ കോടികൾ കെട്ട രാജീവ് ഗാന്ധിക്ക് വോട്ടില്ല. അതങ്ങ് ആഞ്ഞടിച്ചതിൻ്റെ പരിണിതഫലമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാതെ വന്നത്, പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. പിന്നീടുണ്ടായ കൊലീഷൻ സെറ്റപ്പ്, VP സിംഗ് ഒരു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റിസർവേഷൻ പ്രശ്നം കൊണ്ടുവന്നു, അത് ഒരു ആളിക്കെത്തി, അദ്ദേഹം മാറേണ്ടി വന്നു, അടുത്തൊരു ഗവൺമെൻറ് വന്നു. അങ്ങനെ തുടരെ ഒരു മാറ്റം, ഗവൺമെൻറ്റുകളുടെ ഒരു മാറ്റം ഉണ്ടായി. 91-ൽ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. എൻ്റെ 3ാമത്തെ ടേമാണത്. പ്രചരണത്തിന് രാജീവ് ഗാന്ധി എറണാകുളത്ത് വന്നു. ഗസ്റ്റ് ഹൗസിലാണ് തലേദിവസം വന്ന് താമസിച്ചത്. അന്ന് 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒന്ന്, അന്ന് വൈകുന്നേരമായപ്പോൾ ശൃംഗേരി ശങ്കരാചാര്യരുടെ ഒരു കുറിപ്പുമായിട്ടൊരാൾ വന്നു. അതിൽ പറഞ്ഞത്, രാജീവ് ഗാന്ധി
പിറ്റേ ദിവസം ശൃംഗേരി ആചാര്യർ പറഞ്ഞയക്കുന്നു, വേറൊരാളുകൂടി വരുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷമേ പുറപ്പെടാൻ പാടുള്ളൂ എന്നായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു എപ്പോഴാണ് വരുന്നത്. കാരണം ശൃംഗേരി ശങ്കരാചാര്യരുമായി ഗാന്ധി ഫാമിലിക്ക് വലിയ അടുപ്പമാണ്, വലിയ വിശ്വാസമാണ്. അവിടെ ഇന്ദിരാഗാന്ധി പോയിട്ടുണ്ട്, പിന്നീട് ഞാൻ സോണിയാഗാന്ധിയുടെ കൂടെ ഞാൻ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസുമായി വളരെ ബന്ധമുള്ളതാണ് ശങ്കരാചാര്യ കുടുംബം. അപ്പോൾ അന്ന് രാജിവെച്ച് പോകുന്നതിന് മുമ്പ് കുറേ നേരം വെയിറ്റ് ചെയ്തു ഗസ്റ്റ് ഹൗസിൽ. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ദർബാർ ഹാളിലേക്ക് ചെല്ലുന്നത്. വലിയ ആൾക്കൂട്ടമാണ്. രാജീവിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ജേക്കബ് സാറാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജേക്കബ് സാറാണ് രാജീവിയോട് പറയുന്നത് കെ വി തോമസിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എനിക്ക് ഷോൾ ഇട്ട് തന്നു. ആ ഷോൾ പിന്നെയും അതൊരു ഫോട്ടോയായി ഞങ്ങൾ പിന്നീട് സൂക്ഷിക്കുകയുണ്ടായി. ആ ഫോട്ടോ, അതിൻ്റെ ഫോട്ടോ. അവിടെ നിന്നാണ് അദ്ദേഹം ശ്രീപെരുമ്പത്തൂർക്ക് പോകുന്നതും ഈ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റിവെക്കേണ്ടി വന്നു. ഞാനിന്നും ഓർക്കുന്നുണ്ട്, അന്ന് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും എന്നെപ്പോലുള്ള എം പിമാരും മത്സരിക്കുന്നവർ ഞങ്ങളന്ന് അവസാന ഘട്ടത്തിലെ പൈസ പോലും വിതരണം ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഈ തിരഞ്ഞെടുപ്പ് പിന്നീട് വന്നപ്പോൾ വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവുകയും പൈസ ചെറിയ തോതിലെങ്കിലും സംഭരിച്ച് കൊടുക്കുകയും വേണ്ടി വന്നു പ്രവർത്തകർക്ക് വേണ്ടി. അപ്പോൾ അതിനുശേഷം ആ തിരഞ്ഞെടുപ്പിൽ ആണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. അതിൽ ആ അഭിപ്രായം കേൾക്കാനിരുന്ന സീനിയർ നേതാക്കന്മാരിൽ ഒരാൾ കെ കരുണാകരനായിരുന്നു. അത് AICC ഓഫീസിലിരുന്ന ഒന്ന് രണ്ട് മറ്റ് നേതാക്കന്മാരോടൊപ്പം ഞങ്ങളെയൊക്കെ വിളിച്ചു. പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ വിളിച്ച് ചോദിച്ചെന്താ വേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് നരസിംഹറാവു. അപ്പോൾ നരസിംഹറാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്ഥിതി എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം പെട്ടിയൊക്കെ പൂട്ടിക്കെട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ആന്ധ്രയിലേക്ക്, ഹൈദരാബാദിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്ത് ഏതാണ്ട് പാർലമെൻ്ററി ലൈഫിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ രാജീവ് ഗാന്ധിയുടെ മരണവും തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പും. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി തീരുമാനമെടുത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയാകണമെന്നാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോൾ ഒരു പുതിയ മുഖമാണ് ഉണ്ടായത്. അപ്പം അന്ന് ആ തിരഞ്ഞെടുപ്പിന് സഹായിച്ച കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുറേ നാളത്തേക്ക് ഒരു വലിയ സ്വാധീനം നരസിംഹറാവുവിലുണ്ടായിരുന്നു. അങ്ങനത്തെ അടിസ്ഥാനത്തിലാണ് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുഖ്യമന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ കരുണാകരന് ഒരു സ്വാധീനമുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത് കരുണാകരനും നരസിംഹറാവുവും തമ്മിൽ തെറ്റുമാണ്. അങ്ങനെയാണ് AK ആൻ്റണിയെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നതും പ്രത്യേക ഫ്ലൈറ്റിൽ അയക്കുന്നതും കരുണാകരൻ ഇവിടെ നിന്ന് ഡൽഹിക്ക് തിരിച്ചു വരുന്നതും. ഡൽഹിക്ക് കരുണാകരൻ വന്ന് കേരള ഹൗസിൽ താമസിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം വരും, നാളെ വരും, മറ്റന്നാൾ വരും, അദ്ദേഹത്തിന് ഡിഫൻസ് കിട്ടും, ഹോം കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു 10-20 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അത് വലിയ വാർത്തയായി. കരുണാകരൻ മന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു വലിയ വാർത്തയായി. അങ്ങനെ കരുണാകരൻ അല്പം ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് വ്യവസായം കൊടുക്കുന്നത്. ആ വ്യവസായം കൊടുത്തപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് നൽകിയത്. ബാക്കി പ്രധാനപ്പെട്ട പല വകുപ്പുകളും അദ്ദേഹത്തിന് കൊടുത്തില്ല. അങ്ങനെ അവർ തമ്മിലൊരു അകൽച്ച, നരസിംഹറാവുവും കരുണാകരൻ തമ്മിലൊരു അകൽച്ച ഉണ്ടായ കാലഘട്ടമാണ്. 9 കൃഷ്ണമേനോൻ മാർഗിലാണ് അന്ന് ലീഡർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തത്. അവിടെ ഞാനിന്ന് ഓർക്കുന്നുണ്ട്, അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അപ്പോൾ അത് കരുണാകരന് നീന്താൻ വേണ്ടിയാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്. പക്ഷേ ഡൽഹിയിലെ നിയമം അനുസരിച്ച് ഇതിനൊക്കെ പ്രത്യേക അനുവാദം വേണം. അപ്പോൾ ആ അനുവാദം തെറ്റിച്ചു എന്നതിൻ്റെ പേരിൽ അത് അടച്ചു പൂട്ടണമെന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിലൊക്കെ കുറേ പ്രശ്നമുണ്ടായി. കരുണാകരൻ പക്ഷേ മുന്നോട്ട് പോയി. പക്ഷേ കരുണാകരൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെലവഴിച്ചു എന്നാണ് പിന്നീട് കാണുന്നത്. അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു. അതിനുശേഷം പാർലമെൻറ്റിലെ ചർച്ചകൾ സജീവമായി പങ്കെടുത്തു. പലരും ചോദിച്ചു ഇതെങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു.
അപ്പോൾ അദ്ദേഹം ഒന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സംവിധാനമുണ്ടാക്കി, ഹിന്ദി പഠിക്കാൻ വേണ്ടി സംവിധാനമുണ്ടാക്കി. അങ്ങനെയാണ് പാർലമെൻറ്റിൽ ഒരു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ലൊരു പേരെടുക്കാൻ ആ കാലത്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹം ഒരുമിച്ച് ടോക്കിയോയിൽ പോയത്. അന്ന് മാരുതി കാറിൻ്റെ ഫാക്ടറി, അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു വലിയ ഫാക്ടറി കാണുന്നത്. എല്ലാം മെക്കനൈസ്ഡാണ്. അന്ന് ലീഡറോടൊപ്പം അവിടെ പോയി, ടോക്കിയോയിൽ പോയി, ജപ്പാനിലെ പല സ്ഥലങ്ങളിൽ പോയി, പിന്നീട് ഞങ്ങൾ ഫിലിപ്പൈൻസിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് 96 വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. കരുണാകരനും ഞാനും ഉൾപ്പെടെ പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം കാണുന്ന ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം, രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമുണ്ടായ ഒരു വ്യത്യസ്ത രാഷ്ട്രീയം എനിക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് അധികാരത്തിലേക്ക് യാതൊരു താല്പര്യമില്ലായിരുന്ന സോണിയാഗാന്ധിയാണ് കേസരിയെ മാറ്റി കോൺഗ്രസ് പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ മാറ്റം ആ കാലഘട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 91 നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ കടന്നു വന്നു. 96 അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഈ 5 വർഷക്കാലം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ധനകാര്യമന്ത്രിയായിട്ട് വരുന്നത്. മൻമോഹൻ സിംഗും നരസിംഹറാവുവും തമ്മിലുള്ള കോമ്പിനേഷൻ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ മാറ്റമുണ്ടാക്കി. ഇന്ത്യൻ സാമ്പത്തിക മേഖല തുറന്നു കൊടുത്തു. അതുവരെയും ലൈസൻസ് രാജ്, ഡൽഹിയിലെ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഓടിക്കൂടിയിരുന്നു. അവിടെയാണ് അഴിമതി നടന്നത്. അങ്ങനെ ഈ ലൈസൻസ് രാജിൻ്റെ വരാന്തകളിൽ നിന്നും രാജ്യത്തെ തുറന്നു വിട്ടത് നരസിംഹറാവു മൻമോഹൻ സിംഗ് കോമ്പിനേഷനാണ് എന്നെല്ലാവരും അന്ന് പറയാറുണ്ട്. എനിക്കൊന്ന് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക മേഖലയിലെ മാറ്റമുണ്ടാക്കിയത് ആ കാലഘട്ടം മുതലാണ്. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ അത്തരം തുറന്നുവിടലില്ല. കാരണം വ്യവസായ മേഖലയിൽ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാകണം, സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് എന്നൊരു സമീപനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വ്യവസായ മേഖല ഉൾപ്പെടെ എല്ലാ രംഗത്തും തുറന്നു കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമ്പത്തിക സമീപനമാണ് നരസിംഹറാവു മൻമോഹൻ സിംഗ് കോമ്പിനേഷൻ നടത്തിയത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ധാരാളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായത്. നരസിംഹറാവുവിനെതിരായിട്ട് ആരോപണമുണ്ടായി, അഴിമതി ആരോപണമുണ്ടായി. അപ്പോൾ തന്നെയാണ് അയോധ്യയിൽ മസ്ജിദ് പൊളിച്ച് അമ്പലം പണിയുന്നതിനുള്ള ആ വലിയ സമരത്തിൻ്റെ അദ്വാനി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത്, അന്ന് കല്യാൺ സിംഗാണ് UP മുഖ്യമന്ത്രി, അവരുടെയൊക്കെ സഹായത്തോടു കൂടി മസ്ജിദ് പൊളിക്കുന്നത്. അന്ന് പാർലമെൻ്റ് ഉണ്ട്. സെൻട്രൽ ഹാളിൽ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പൊളിക്കുന്നു എന്ന വാർത്ത വരുന്നത്. അന്ന് MM ജേക്കബാണ് ഇത് നോക്കുന്ന ഹോം മിനിസ്റ്റർ, സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ. അപ്പോൾ സെൻട്രൽ ഹാളിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, തൊട്ടടുത്ത് ഏതോ 3-4 കിലോമീറ്റർ അപ്പുറത്ത് സൈന്യമുണ്ട്, പക്ഷെ ഇവർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ അന്ന് ആ മസ്ജിദ് പൂർണ്ണമായി പൊളിച്ചു. അത് ഒരു വലിയ കോലിളക്കമുണ്ടാക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്പാടൻ മാഷിൻ്റെ ഒരു പ്രസംഗം നിയമസഭയിൽ വന്നത് പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അന്ന് നമ്പാടൻ മാഷ് ചോദിച്ചത്, 12 ഭാഷ അറിയാവുന്ന നരസിംഹറാവുവിന് എന്തെങ്കിലും ഒരു ഭാഷയിൽ ഈ പൊളിക്കൽ നിർത്താൻ പറയാമായിരുന്നില്ലേ എന്ന് ചോദ്യം അന്ന് അത് വളരെയധികം രാഷ്ട്രീയ മേഖലകളിൽ ഓടിയ ഒരു ചോദ്യമാണത്. അവിടെയാണ് കോൺഗ്രസിന് തളർച്ച ആരംഭിക്കുന്നത്. ആ മസ്ജിദ് തകർത്തതോടുകൂടി വ്യാപകമായി ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസം കുറയുന്നു, സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധികളുണ്ടായി. അങ്ങനെ ഇതെല്ലാം കൂടിയാണ് 96 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. ഇവിടെ കേരളത്തിലെ ഞാനും ലീഡർ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. ഞാൻ മത്സരിച്ച സൈവർ അറക്കലിനെതിരായിട്ടാണ് ഞാൻ 96 മത്സരിക്കുന്നത്. സൈവർ അറക്കൽ ജയിച്ചു.
അന്ന് എനിക്കെതിരായിട്ടൊരു ചാരക്കേസ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ചാരക്കേസിൻ്റെ ഒരു പ്രശ്നം കൂടി അന്ന് വന്നിരുന്നു. ആ കേസിലൊക്കെ ഞാൻ പിന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടെങ്കിലും അതെല്ലാം കൂടി വന്നിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ 96 ഞാൻ പരാജയപ്പെടുന്നത്. ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നു. തേവര കോളേജിൽ അധ്യാപകനായി ഞാനന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് മാറുകയാണ്. അപ്പോൾ എനിക്കൊരു ഭയപ്പാട്, ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുന്നു, എനിക്കെതിരായിട്ട് ഫ്രഞ്ച് ചാര കേസിൻ്റെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ കോളേജിൽ ചേരുമ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വിധി വന്നിട്ടില്ല. അപ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ഭയപ്പാട്, എനിക്ക് എന്തായിരിക്കും കുട്ടികളുടെ സമീപനം, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും സമീപനം എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കോളേജിൽ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ പറഞ്ഞു, താൻ ചെല്ലുക, തനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, താൻ 1-2 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും, തനിക്ക് നന്നായിട്ട് കൊണ്ടു കിടക്കാം, താൻ ഈ ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നെൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു. ഞാനങ്ങനെ കോളേജിൽ വരുന്നു, ജോയിൻ ചെയ്യുന്നു, ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ പേടിച്ചാൽ പോകുന്ന ക്ലാസ്സിൽ, പക്ഷേ ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ കഴിഞ്ഞു എന്ന് പിന്നീട് മനസ്സിലായി. പിന്നെ എൻ്റെ എല്ലാ ക്ലാസ്സുകളും കേൾക്കാൻ കുട്ടികൾ വരുമായിരുന്നു. ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റായി. അങ്ങനെ 1996 തേവര കോളേജിൽ അധ്യാപകനായി വന്ന് 2001 വന്നപ്പോൾ എനിക്ക് റിട്ടയർമെൻറ്റ് വന്നു. ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുക. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. സെബാസ്റ്റ്യൻ പോളും ഞാനും കൂടിയാണ് മത്സരം നടക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. കേരള നിയമസഭ ഫോം ചെയ്തു. അതിൻ്റെ അകത്ത് AK ആൻ്റണിയാണ് അന്ന് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അന്നും ഒരു രസകരമായ കുറേ കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഞാൻ എറണാകുളത്ത് മത്സരിച്ച് ചെല്ലുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ലീഡറുടെ ഒരു ആളെന്ന നിലയിലും ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിലും ഒക്കെ എന്നെ ആയിരിക്കും മന്ത്രിസഭയിലെടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ അന്ന് KPC പ്രസിഡൻറ്റ് കെ മുരളിയാണ്. മുരളി എന്നോട് പറഞ്ഞു, മാഷിനെ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ സീനിയറായ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ മാഷിനെയും ഉമ്മൻചാണ്ടിയും കൂടി എടുക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അത് മാഷിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറയുന്നുവെന്ന്. അപ്പോൾ അന്ന് ഞങ്ങളുള്ളത് 9 കൃഷ്ണമേനോൻ ലീഡറും അവിടെയുണ്ട്. അവിടെ വെച്ച് ആണ് AK ആൻ്റണി വരുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ലീഡറെ കാണാൻ വരുന്നു. ആൻ്റണിയുടെ കൂടെ കെ മുരളീധരനുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ലീഡറോട് സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞ് ആൻ്റണിയും മുരളിയും കൂടി കേരള ഹൗസിലേക്ക് പോവാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുരളി വരിക. മുരളി വന്ന് ലീഡർ മുറി കയറി. അത് പത്മജ അവിടെയുണ്ട്. ലീഡർ എന്നെ വിളിപ്പിച്ചു. ലീഡർ പറഞ്ഞു, തന്നെ എടുക്കുന്ന കാര്യത്തിൽ ആൻ്റണിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഉമ്മൻചാണ്ടി എടുക്കണം. ഒരു കാര്യം ചെയ്യട്ടെ മാഷേ, നമുക്ക് ഈ മന്ത്രിസഭയിൽ ചേരണ്ട, ആൻ്റണി നടത്തിക്കോട്ടെ. അതുകൊണ്ട് മുരളി ചെന്ന് ആൻ്റണിയോട് പറഞ്ഞു, നമ്മുടെ വിഭാഗത്തിൽ നിന്ന് ആരുമില്ല. അങ്ങനെ ലീഡർ സമീപനമെടുക്കുകയും പിന്നീട് നടന്ന പല ചർച്ചകൾക്ക് ശേഷമാണ് എന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിട്ടെടുക്കുന്നത്. ഞാൻ സത്യപ്രതിജ്ഞ എടുത്തു. ആദ്യം എന്നെയാണ് വിളിക്കുന്നത് മുഖ്യമന്ത്രി ആൻ്റണി. എന്നോട് ചോദിച്ചു, മാഷ്ക്ക് എന്ത് വകുപ്പാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ വകുപ്പൊന്നും വേണ്ട, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഫിഷർമാനാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ ഫിഷറീസ്. പിന്നെ എനിക്ക് ടൂറിസം ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും അന്നത്തെ നിലയ്ക്ക് വളരെ ചെറിയ വകുപ്പുകളാണ്. മാത്രമല്ല, ഈ വകുപ്പുകളുടെ സെക്രട്ടറി ആകാൻ IASകാർക്ക് താല്പര്യമില്ല. വേറെ ഏതെങ്കിലും വകുപ്പ് കൊടുത്താലേ അതിൻ്റെ കൂടെ ഇതെടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഫിഷറീസും ടൂറിസവും എടുക്കുന്നത്. ഇത് എടുത്തതിന് ശേഷം ഞാൻ ലീഡറെ കാണാൻ ചെല്ലുക. ലീഡർ ചോദിച്ചു, താനേത് വകുപ്പാണ് എടുത്തത്? ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, എന്നെയാണ് ആദ്യം വിളിച്ചത്. ഞാൻ 2 ചെറിയ വകുപ്പുകൾ ഫിഷറീസും ടൂറിസവും എടുത്തു. എന്നോട് താനെന്തോന്നാണ് കാണിക്കുക? തനിക്ക് വേണമെങ്കിൽ ധനകാര്യം ചോദിക്കാമായിരുന്നില്ലേ? തനിക്കല്ലെങ്കിൽ ആരോഗ്യം ചോദിക്കാമായിരുന്നില്ലേ? ഈ 2 കൊച്ചു വകുപ്പുകളാണ്. ഞാൻ പറഞ്ഞു, ലീഡറെ, ഞാൻ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. എനിക്കെതിരായിട്ട് ചാരക്കേസ് ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി. അപ്പോൾ ഇനി ഒരു മനസമാധാനത്തോടു കൂടി എൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ 2 ചെറിയ വകുപ്പുകൾ മതി.
പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ഞാൻ കണ്ടത് ഈ 2 വകുപ്പുകൾക്കും പ്രാധാന്യം കൂടി. ഫിഷറീസിന് പുതിയൊരു രൂപമുണ്ടായി, ടൂറിസം പെട്ടെന്ന് വളർന്നു. അന്ന് ഡൽഹിയിൽ ഞാൻ അറിയുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും, അദ്വാനി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം കാര്യങ്ങളിലൊക്കെ അദ്വാനി അന്ന് ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൂടി കൈകാര്യം ചെയ്തൊരു വകുപ്പാണ്, സഹായിച്ചു. ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് കഴിഞ്ഞു. എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്പെയിൻ ഉൾപ്പെടെയുള്ള ടൂറിസത്തിന് പേരുകേട്ട രാജ്യങ്ങളിൽ ഈ ടൂറിസം മുന്നോട്ട് പോകുന്നത് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊന്നാണ് ഞാൻ സ്പെയിനിൽ മാഡ്രിഡിൽ പോകുമ്പോഴാണ് ഞാൻ തൊട്ടടുത്ത് ഒരു ഗ്രാമത്തിൽ പോകുന്നത്. വൈറ്റ് വാഷ്ഡ് വില്ലേജസ് എന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത, ഗ്രാമത്തിനടുത്ത് വരെ കാറ് പോകത്തുള്ളൂ. പിന്നെ അവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് സൈക്കിളെടുത്ത് ഗ്രാമത്തിൻ്റെ അകത്തു കൂടി പോകാം. വലിയ ഗ്രാമമാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൊച്ചു കൊച്ചു വീടുകൾ, പക്ഷേ അവർ വൈറ്റ് വാഷ് ചെയ്തൊക്കെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ വൈകുന്നേരം ഈ ഗ്രാമത്തിൻ്റെ നടുക്ക് ഒരു സ്റ്റേജൊക്കെയുണ്ട്. അവിടെ ഡാൻസ്, പാട്ട്, അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നല്ല വൈന്, അവരുടെ തന്നെ മീറ്റുകൾ, ഇതെല്ലാം കണ്ട് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചിട്ട് അവിടെ പറ്റിയത്. കാരണം ഒരു ഗ്രാമത്തിൻ്റെ തനിമ, അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ, അവിടുത്തെ വൈൻ ഉൾപ്പെടെ ഡ്രിങ്ക്സ്, ഇതെല്ലാം ആണ് അവർ അവിടെ ടൂറിസ്റ്റുകൾക്ക് ആകർഷകമായ വിധത്തിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ സ്പാനിഷ് വില്ലേജാണ്, കത്തോലിക്കരാണ് കൂടുതലുള്ളത്. അവിടെ പഴയ ചർച്ചുകളുണ്ട്, പള്ളികളുണ്ട്, അതെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പൈക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ലീഡർ പറഞ്ഞു, നിങ്ങൾ കോടോത്തിൻ്റെ പേര്, കോടോത്ത് നാമനിർദ്ദേശം കൊടുത്തു, പേര് നിർദ്ദേശിക്കണം. എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു താൻ കോടോത്തിൻ്റെ പേര് ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, ഞാൻ തെന്നല സാറിൻ്റെ പേര് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സോണിയാഗാന്ധി തെന്നല സാറിൻ്റെ പേര് പറഞ്ഞു. കാരണം മുരളിയും ലീഡറും തമ്മിൽ യോജിക്കാൻ പറ്റാതെ വന്നപ്പോൾ തെന്നല സാറിൻ്റെ പേരാണ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്.